ഹായ് ഓൾ, എല്ലാവർക്കും അവ സൂപ്പർവെല്ലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കണ്ടോ ഉണ്ണി, ഇന്നും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുവരുള്ള ഒരു ക്രാഫ്റ്റ് തന്നെ. എന്താണെന്നല്ലേ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവം തന്നെ. നിങ്ങളൊക്കെ ഓൾറെഡി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും ഇതുകൂടി ഇവിടെ കിടന്നോട്ടെ. എന്താണെന്നല്ലേ, ഒരു മിനി വാട്ടർഫോൾ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർഡ്ബോർഡും മെറ്റൽസുമാണ്. കാർഡ്ബോർഡിന് കട്ടി തീരെ കുറവായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് അതിന് പകരം എന്തെങ്കിലും ടിന്നിൻ്റെ അടപ്പ്, കുറച്ചുകൂടെ വലുതോ അല്ലെങ്കിൽ ഇത്രയുള്ള അടപ്പ് ഒക്കെ എടുക്കാം. അതാകുമ്പോൾ കുറച്ച് കട്ടി കാണും. അതിൻ്റെ മേളിൽ നമ്മൾ വാട്ടറിൻ്റെ തീമിൽ കളർ ചെയ്യുക. ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളറാണ് ആഡ് ചെയ്തത്. ആഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വന്നപ്പം എനിക്ക് എന്തോ ഒരു തൃപ്തിക്കുറവ്, എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് മാറ്റി. അതിന് പുറത്ത് നമ്മൾ സാധാ പീകോക്ക് ബ്ലൂ ഒക്കെ പറയില്ലേ, പീകോക്ക് ബ്ലൂ അല്ല, നമ്മുടെ വാട്ടറിൻ്റെ ബ്ലൂ, ആ ബ്ലൂ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തു. അത് നല്ലോണം പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തൃപ്തി, എനിക്കിഷ്ടപ്പെട്ടു. അത് ഒന്ന് നന്നായി ഡ്രൈ ആക്കാൻ വെച്ചു. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. അടുത്ത വേസ്റ്റ് മെറ്റീരിയൽ എന്തായിരുന്നു? നമ്മുടെ മെറ്റൽസ്. ഞാൻ മെറ്റൽസിനെ എടുത്തുകൊണ്ട് വന്നു. മെറ്റൽസിനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായി ഫിക്സ് ചെയ്തു. ഗ്ലൂ ഗണ്ണായിരിക്കും എന്തുകൊണ്ട് മെറ്റൽസ് ഒട്ടിക്കാൻ നന്നത്, കാരണം ഇളകിപ്പോത്തില്ല. ഇൻ കേസ് ഇളകിപ്പോയാലും നമ്മൾ ഉണ്ടാക്കുന്ന വാട്ടർഫോൾ അല്ലേ, അപ്പം അതിൻ്റെ കൂടെ ഫിക്സ് ചെയ്ത് ഇരുന്നോളൂ. ഞാൻ നന്നായി അത് ഫിക്സ് ചെയ്ത് കഴിയുന്നതിന് ശേഷം മുകളിലേക്ക്, നമ്മൾ ഒരു പാറക്കെട്ടൊക്കെ ഇല്ലേ, മുകളിലേക്ക് നമ്മുടെ വാട്ടർഫോൾ വരുന്നത്, അതേപോലെ മുകളിലേക്ക് ഈ മെറ്റൽസ്. കേസ് നിങ്ങളുടെ കയ്യിൽ ഈ മെറ്റൽസ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ പെബിൾസ് ഉണ്ടല്ലോ, വൈറ്റ് പെബിൾസ് അക്വേറിയത്തിലൊക്കെ ഇടുന്നത്, അത് നമുക്ക് വെച്ചിട്ട് ചെയ്യാം. അത് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല ഭംഗി കിട്ടും. അല്ലെങ്കിൽ പിന്നെ പിസ്താഷ്യൽ ഉപയോഗിക്കാം. പിസ്താഷ്യൽ ഉപയോഗിച്ചാൽ നിങ്ങളൊന്ന് കളർ ചെയ്ത് കൊടുക്കണം, ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഈ പാറയുടെയൊക്കെ കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ മെറ്റൽസിന് പകരം ഉപയോഗിക്കാം. പിന്നെ സാധാ കല്ലിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, അത് ഞാനിതുവരെ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് ഉപയോഗിക്കായിരിക്കും. എങ്ങനെ അതിൻ്റെ ടെക്സ്ചർ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒട്ടിച്ച് വരുമ്പം നമുക്ക് നോക്കാം. എന്തായാലും ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അതിനുശേഷം നമുക്ക് വാട്ടർ കൊടുക്കണം. വാട്ടർ കൊടുക്കാൻ എനിക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ആ ബ്ലൂവിൽ ആദ്യമേ ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് വാട്ടർ തീം ചെയ്യണമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. പിന്നീട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ ആയാലും മതി, എടുത്തിട്ട് നന്നായി വെള്ളം തൊട്ട് ഒരു മയം വരുത്തുക. എന്നിട്ട് ഗ്ലൂ ഗൺ ഈ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വാട്ടർ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അതായത് വാട്ടർഫോളിൻ്റെ ആ വെള്ളച്ചാട്ടം. എന്നിട്ട് ആ കാർഡ്ബോർഡിൽ നിന്ന് ഇളക്കിയെടുക്കുക. ഇത് ഞാൻ മേൾഭാഗത്ത് നല്ലോണം മയം വന്നിട്ടുണ്ടായിരുന്നു, താഴോട്ട് വെള്ളം നല്ലോണം ആയില്ല. അതുകൊണ്ട് ആ കാർഡ്ബോർഡിൽ നിന്ന് ഇളകി വരാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ പിന്നെ വേറെ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, എന്നിട്ട് അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുത്തു. നീളം കൂടുതലായിരുന്നത് കുറച്ച് കട്ട് ചെയ്തൊക്കെ കളഞ്ഞ്. അതിനുശേഷം നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു തീം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ അടിച്ചു കൊടുത്തു. പക്ഷേ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ഗം ആയതുകൊണ്ട്, ഗം ഉണങ്ങിയതല്ലേ, അതും പ്ലാസ്റ്റിക് അല്ലേ, അതായതുകൊണ്ട് അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പുല്ലൊക്കെ വെച്ച് കൊടുക്കാം. എൻ്റെ ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ വാട്ടർഫോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.